വയനാട്ടിലെ സുന്ദര ഭൂമിയാണ് പുൽപ്പള്ളിക്കടുത്തുള്ള കോളറാട്ടുകുന്ന് മടാപ്പറമ്പ്. ഗ്രാമീണ കാഴ്ചകൾക്കൊപ്പം ഒരു അത്ഭുത മരവും ഇവിടെയുണ്ട്. ആ വനഗ്രാമത്തിൻ്റെ ചന്തം നമുക്കൊന്ന് ആസ്വദിക്കാൻ പോയാലോ? ഇടയ്ക്കിടയ്ക്ക് അതും ആകട്ടെ. നമ്മളിങ്ങനെ യാത്ര തുടരുമ്പോൾ കോളറാട്ടുകുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കേണ്ടതുണ്ട്. പുൽപ്പള്ളിയിലെ SN കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള KP സാജു അതേക്കുറിച്ച് പറയും. മടാപ്പറമ്പ് എന്ന് പറയുന്ന വനഗ്രാമത്തിലേക്കുള്ള പാതയാണിത്. ഒരു നൂറ്റാണ്ടുകളുടെ താമസം ഉണ്ട് അവിടെ മനുഷ്യന്മാർ. അതായത് 2-3 നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉണ്ട്. മാത്രമല്ല അതൊരു സഞ്ചാരപാതയായിരുന്നു. മുത്തങ്ങയിൽ നിന്ന് ചെതലയത്ത് വന്ന് ഈ പറയുന്ന മടാപ്പറമ്പിലൂടെ കടന്ന് ആണ് അവർ തിരുനെല്ലി ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കോളറാട്ടുകുന്നിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു മരമാണ്, താന്നിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മരം. ഈ മരത്തെ പൊത്തുതാന്നി എന്നാണ് ഈ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിനകത്ത് നേരെ ഒരു പൊത്താണ്, ആകാശം കാണാമെന്നാണ് പ്രത്യേകത. മുടിക്കോട് എന്ന് പറയുന്ന ഒരു ചെക്ക് ഡാം ഈ പ്രദേശത്തുണ്ട്. അതായത് വേനലിൽ പോലും പറ്റില്ല. വന്യമൃഗങ്ങളൊക്കെ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നത് ഈ ഡാമിലാണെന്നാണ് ആളുകളൊക്കെ പറയുന്നത്. അങ്ങനെ നടന്ന് മുടിക്കോട് ചെക്ക് ഡാമിൻ്റെ അടുത്തെത്തി. വനാതിർത്തിയാണ്. ഒരു ഭാഗത്ത് റിസോർട്ടുകളും മറ്റ് ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും നല്ല സുന്ദരമായൊരു ഭൂപ്രദേശമാണ്. പച്ച പുല്ല് നിറഞ്ഞ ഒരു മൈതാനം നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ ജലാശയം. വേനൽക്കാലത്തൊക്കെ ഇവിടെ മൃഗങ്ങൾ ധാരാളം എത്താറുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടം വനഗ്രാമമാണ്. അതിനാൽ തന്നെ വനത്തിൻ്റേതായ മര്യാദകൾ പാലിച്ചു വേണം ഇവിടേക്കെത്താൻ. സോബിൻ വൈഡ് മീഡിയ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾക്കും ക്യാമറമാൻ മനു ദാമോദരനുമൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.